ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ ഷമീറ, തൃശ്ശൂരിൽ നിന്നാണ്. ഞാൻ 9th ബാച്ച് സ്റ്റുഡന്റ് ആണ് മാമിന്റെ മെന്ററിംഗ് കോഴ്സിന്റെ. അതുപോലെ തന്നെ യൂണിവേഴ്സിന്റെ മെന്ററിംഗ് കോഴ്സിന്റെ 2nd ആനിവേഴ്സറിയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. നിഹാരിക പറഞ്ഞതുപോലെ ചെറുപ്പം മുതലേ തന്നെ ഒരു മെന്ററിംഗ് കോഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളൊക്കെ ഏറ്റവും നല്ല സ്വഭാവത്തിന് ഉടമയാവും ശരിക്കും. ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ശരിക്കും ഒരു മെന്ററിംഗ് കോഴ്സ് ഒരു കുട്ടിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു തലമുറയെ തന്നെ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. എന്റെ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എനിക്ക് ചെറുപ്പത്തിലേ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ ഇതിനോടകം തന്നെ ഒരു സക്സസ്ഫുൾ വുമൺ ആയേനെ, ലേഡി ആയേനെ എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റും. അപ്പോ ഏറ്റവും എന്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരാജയം പോലെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് ശരിയാവില്ല. ഈവൻ ഒരു ചായ ഉണ്ടാക്കിയാൽ പോലും അത് ഞാൻ ചെയ്ത് ശരിയായില്ല എന്ന് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അവിടെ നിന്ന് എപ്പോഴും വിഷമങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലും ഞാൻ ഉറങ്ങി തീർക്കും, അല്ലെങ്കിൽ വിഷമിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അങ്ങനെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിനിടയ്ക്കാണ് കുറച്ചു കാലം കഴിഞ്ഞു എന്നറിയാം. അതിനുശേഷമാണ് എനിക്ക് എന്റെ ഫ്രണ്ട് മാമിന്റെ മീറ്റ് ദ ക്രിയേറ്റേഴ്സ് എന്ന പ്രോഗ്രാമിന്റെ ലിങ്ക് അയച്ചു തന്നത്. മീറ്റ് ദ ക്രിയേറ്റേഴ്സ് പ്രോഗ്രാം 5 days ഞാൻ കണ്ടോടുകൂടിയിട്ട് എനിക്ക് മനസ്സിലായി നമ്മളെ സഹായിക്കാൻ ദൈവമായിട്ട് ഒരാളക്കാരെ നമുക്ക് നിയോഗിച്ചിട്ടുണ്ടെന്ന്. അതിന്റെ ഒരു പകർപ്പാണ് മാം, അതിന്റെ ഒരാളാണ് മാം ഇപ്പോ എന്നെ സഹായിച്ചിട്ടുള്ളത്. അതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഞാനത് തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. അത് തിരിച്ചറിഞ്ഞ് മാമിന്റെ ഒരുപാട് സപ്പോർട്ട്, മാമിന്റെ ഒരുപാട് അറിവുകൾ, മാമിന്റെ ടൂൾസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്നെ ചേഞ്ച് ചെയ്യാൻ പഠിപ്പിച്ചു. ഞാൻ ഒന്നുമല്ല എന്നുള്ളിടത്ത് നിന്ന് ഞാൻ എന്തെങ്കിലും ആണ് എന്നുള്ള രീതിയിലേക്ക് എന്നെ എത്തിച്ചു. അതുപോലെ തന്നെ ഒരുപാട് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള തോന്നൽ തന്നെ ഇല്ലാണ്ടായി. ഞാൻ എന്നെ തിരിച്ചറിയാനും എന്നെ സ്നേഹിക്കാനും തുടങ്ങിയതോടുകൂടി ഞാൻ മറ്റുള്ളവരെ കൂടിയും ഒരുപാട് കെയർ ചെയ്യുന്നതിലേക്ക് എത്തി. ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ചില ദിവസം മുന്നൊക്കെ ഞാൻ തീരുമാനങ്ങൾ എടുത്തിരുന്നത് അപ്പോഴക്കപ്പോൾ മാറ്റിക്കൊണ്ടിരുന്നിരുന്നു. ഒരുപാട് ചേഞ്ചസ് വരുത്തിയിരുന്നു ഒരു തീരുമാനം എടുക്കാൻ തന്നെ. അപ്പൊ അതിന്നൊക്കെ ഒരുപാട് വ്യത്യാസമായി. ഇന്നിപ്പോ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കാനും അതിൽ എന്തെങ്കിലും ശരിയുണ്ടെന്ന് വിചാരിച്ച് അതുമായി മുന്നോട്ട് പോകാനും ഇന്ന് എനിക്ക് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപേക്ഷിച്ച എന്റെ PG കോഴ്സ് ഞാൻ ഇവിടെ വീണ്ടും തുടങ്ങി എന്നുള്ളതാണ്. അതുപോലെ ഞാൻ അക്കൗണ്ടിങ് പ്രാക്ടീസ് തുടങ്ങി. കൂടാതെ മാമിന്റെ തന്നെ എല്ലാവിധ സപ്പോർട്ടോടുകൂടിയും എന്നിൽ എന്തെങ്കിലും ഒരു വരുമാനം എനിക്ക് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടും ഞാൻ ഇന്നൊരു ചെറിയ ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ല എല്ലാവിധ സപ്പോർട്ടും. ഇത് വാക്കുകൾ കൊണ്ടൊന്നും പറഞ്ഞാൽ തീരില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മാമിനോടും ആരോടും, അതുപോലെ തന്നെ നെസ്ല, മാമിനെ അസിസ്റ്റ് ചെയ്ത നെസ്ല പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് രാവിലെ വൈകിട്ടും ഒക്കെ ഞങ്ങളായിട്ട് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സപ്പോർട്ടാണ് ശരിക്കും നെസ്ല മാമിന് ഉള്ളത് തന്നെ. ഞങ്ങൾക്കും ഭയങ്കര സപ്പോർട്ടായിരുന്നു. മടിച്ചുകളാവാതിരിക്കാൻ നെസ്ല ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പൊ ഇവിടെ വന്ന് നിന്ന് മാമിനെ പറ്റി പറയാനും. അതുപോലെ തന്നെ ഇത് എക്സ്പ്രസ് ചെയ്തിട്ടൊന്നും തീരില്ല. കാരണം ഇത് വെറും വാക്ക് പറഞ്ഞിട്ട് പോയി എന്നുള്ളതല്ല, മനസ്സിൽ നിന്ന് എടുത്ത് പറയുന്ന സംഭവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് താങ്ക് യു എന്ന് പറഞ്ഞ് നിർത്തുന്നില്ല ഞാന്. ദൈവത്തിനോടും മാമിനോടും നെസ്ലിനോടും ഈ ടീമിനോടും യൂണിവേഴ്സിറ്റിയിലെ എല്ലാ മെമ്പേഴ്സിനോടും എനിക്ക് ഒരുപാട് ആദരവുണ്ട്. അതുപോലെ മാം, താങ്ക് യു മാം. ഹായ്, ഗുഡ് ഈവനിങ് എവ്രി വൺ. പറ്റാവുന്നവരൊന്ന് വീഡിയോ മോഡിൽ വരും, കാണട്ടെ എല്ലാവരും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എവിടെ കുറച്ച് പേര് വീഡിയോ മോഡിൽ വന്നേ. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്ത് എല്ലാവർക്കും റിപ്ലൈ ചെയ്യാം. മൈമൂന, റീസ, കുറച്ചുപേരൊക്കെ ഞാൻ കണ്ടു. ക്രിസ്റ്റീന. ഓക്കെ, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ എം അദീത ഷംസുദ്ദീൻ, മൈൻഡ് ട്രെയിനർ, ലൈഫ് കോച്ച്, പേഴ്സണൽ കോച്ച്, അതുപോലെ തന്നെ MBA ആൻഡ് MA സൈക്കോളജി.
ഇപ്പൊ കുറച്ച് വർഷങ്ങളായിട്ട് എന്താണ് മൈൻഡ് പവറും അതുപോലെ മെന്ററിങ്ങും കാര്യങ്ങളും കോച്ചിങ്ങും ഒക്കെ ആയിട്ട് നന്നായിട്ട് പോകുന്നു കരിയറിൽ. ബിഫോർ ദാറ്റ് എങ്ങനെയാണ് ഈ ഒരു പ്രൊഫഷനിലോട്ട് ഇറങ്ങിയെന്ന് ആദ്യം ഞാൻ തന്നെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട് എന്ന്. ഞാൻ എൻ്റെ പേഴ്സണലി ലൈഫിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? കരിയർ ബ്രേക്ക്, MBA കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് വിവാഹം കഴിഞ്ഞപ്പോൾ ഒരു കരിയർ ബ്രേക്ക് വരുന്നത് ലേഡീസിന് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ എവിടെ നിന്നാ തുടങ്ങേണ്ടതെന്നുള്ളത്. അങ്ങനെ സംഭവിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ ഒരു മൈൻഡ് പവറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു. അതിൽ നിന്ന് ഇത്രയും കാര്യങ്ങൾ ഒരാൾക്ക് ഇത്രയും ഉള്ളിൽ ഇത്രയും പവർ ഉണ്ടെന്നുള്ള ആ റിയലൈസേഷൻ ഉണ്ട്. ആ റിയലൈസേഷൻ അതിനു മുമ്പേ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഉള്ളില് ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം, അതാണ് ശരിക്കും എന്നെ ട്രെയിനിങ്ങിലോട്ട് എത്തിച്ചത്. ഈ ട്രെയിനിങ് ഇതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ മൈൻഡ് പവർ ട്രാൻസ്ഫോർമേഷൻ ഇതെല്ലാം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞാൽ ക്ലാസ്സിന്റെ മൈൻഡിനെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്ന മുമ്പ് ഇത് എങ്ങനെയാണ് ഒരാളുടെ ലൈഫിൽ, നിങ്ങളുടെ ലൈഫിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യണം. നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഓരോരുത്തരുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അപ്പോഴാണ് ശ്രദ്ധിക്കുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ ഞാനിവിടെ ഇങ്ങനെ പറയും, നിങ്ങൾ ശ്രദ്ധിക്കൂല. ഇപ്പൊ നിങ്ങൾ ഒരു യൂട്യൂബ് ചാനലില് കുക്കിംഗ് ഒക്കെ എടുക്കുമ്പോ എങ്ങനെ ചെറിയ നോട്ട് എടുത്ത് അത് എഴുതും, എത്ര ഇടണം, മുളക് പൊടി ഇടണം, മഞ്ഞൾപ്പൊടി. അതേ സമയത്ത് പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ടീച്ചർ പറയണത് നോട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇപ്പൊ അത്രയും ആവശ്യത്തിലാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് ആവശ്യം വരുമ്പോ, നമുക്ക് അത്ര അത്യാവശ്യം വരുമ്പോ എന്ത് പറ്റും, നമ്മൾ അങ്ങനെ ചെയ്യും. ഇപ്പൊ ഒരു ഗസ്റ്റ് ഒക്കെ വരുന്ന പറഞ്ഞു കഴിഞ്ഞാല് ചിക്കൻ കബാബ് ഉണ്ടാക്കണം, അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടാണ്. കാര്യം എന്താ? കാര്യം അത്ര അത്യാവശ്യം. അപ്പൊ എന്നതുപോലെ പറ്റാവുന്ന ഒരു കുറച്ച് പേര് വീഡിയോ മോഡലോ അപ്പൊ അത് കാണുമ്പോൾ ഒരു ഇമ്പം ഉണ്ടാവും. അപ്പൊ ഇത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങളുടെ ഈ മൈൻഡ് പവർ, എന്തിനാണ് മൈൻഡ് പവർ പഠിക്കുന്നത്? അതിന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ മൈൻഡ് ട്രെയിനർ അടിയിൽ എഴുതി കഴിയുമ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യം, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റും. ആദ്യം ചോദിക്കുന്നത്, എന്തിനാ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നത്? മറ്റുള്ള ഒരാളുടെ മനസ്സിലുള്ളത് അറിഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? നിങ്ങളുടെ ഉള്ളിലുള്ളത് അറിയല്ലേ വേണ്ടത്. നിങ്ങളുടെ റിയൽ പൊട്ടൻഷ്യൽ, നിങ്ങളുടെ പ്രശ്നങ്ങൾ, നിങ്ങളുടെ കഴിവ് എന്താന്നുള്ളത് റിയലൈസ് അല്ലേ ആദ്യം വേണ്ടത്. അപ്പൊ എന്നതുപോലെ ഇത് എങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രോഗ്രാം കയറുന്നത്, എങ്ങനെയാണ് ആ പ്രോഗ്രാമിൽ എടുത്തു കളയാം എന്നുള്ളതൊക്കെയാണ് ഞാൻ ആദ്യം പറയുന്നത്. ഒരു കേസാണ്, ശ്രദ്ധിച്ചു നോക്കി. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വീട്ടിലൊക്കെ നടക്കുന്ന ഒരു സാധാരണ കേസ്. ഒരു ഹസ്ബൻഡ് വൈഫ് വന്നു ന്യൂലി മാരീഡ് ആണ് അവര്. വളരെ കാനഡയിലാണ് പഠിച്ചത് പയ്യൻ. അതുപോലെ പെൺകുട്ടി ഇതുപോലെ കോളേജിലൊക്കെ പഠിച്ചു, വിവാഹം കഴിഞ്ഞു. അധികം 6 മാസം ഒന്നും ആവണേ മുമ്പ് തന്നെ ഒരു കാര്യം ഉണ്ടായി. കഴിഞ്ഞാല് ഈ പയ്യന് അവര് തമ്മിൽ ചെറിയൊരു ഫൈറ്റ്, ചെറിയൊരു ഇത് വന്നപ്പോ ഈ പയ്യൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ നല്ലതൊന്നും കൊടുത്തു. ഈ പെൺകുട്ടിക്ക് അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവള് പറഞ്ഞു, ഐ വോണ്ട് ഡൈവോഴ്സ്. അപ്പൊ ഇല്ല, കൗൺസിലിംഗ് വന്നു പെൺകുട്ടി പറഞ്ഞ, എനിക്കിത് എന്റെ ശരീരം വേദനിപ്പിച്ച ഞാൻ ഈ ബന്ധത്തിൽ ഞാൻ മുന്നോട്ട് പോവില്ല. അപ്പൊ പയ്യന്റെ അടുത്ത് ചോദിച്ചു, ഇതെന്താ അങ്ങനെ ചെയ്തത്? ഇത്രയും വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുട്ടിയല്ലേ നിങ്ങൾ? ഇത് വേണമെന്നതല്ല, അറിയാണ്ട് സംഭവിച്ചതാണ്. ഞാൻ ഒരിക്കലും ഈ ബന്ധം തീർക്കാൻ ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. ഇതറിയാണ്ട് ചില സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ, വേണ്ട പക്ഷെ എന്നാലും കയ്യിൽ നിന്ന് പോകും എന്ന് പറയണ പോലത്തെ സാഹചര്യം. ഇതൊക്കെ എവിടെന്നാ വരുന്നത്? അപ്പൊ അതിനുള്ള ഉത്തരവാണ് ഞാൻ പറയാൻ പോണത്. അപ്പൊ ഈ പയ്യന്റെ കേസിലും എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ സാഹചര്യങ്ങൾ വന്ന് ഇവൻ അടിച്ചു കാര്യങ്ങൾ. ഈ പെൺകുട്ടി പറഞ്ഞു എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞു. അത് ഇനി നമ്മൾ അന്വേഷിക്കുന്നത്, ഈ പയ്യൻ പറഞ്ഞു എനിക്ക് ഈ ബന്ധം തുടരാൻ താല്പര്യമുണ്ട്, പക്ഷെ എനിക്ക് ഈ ഒരു സ്വഭാവം മാറ്റണമെന്നുള്ളത് എങ്ങനെ വന്നേന്നും എനിക്കറിയില്ല. അപ്പൊ നമ്മൾ ഈ എന്തൊരു സാധനം ഒരു മുളച്ചു നിൽക്കുകയാണെങ്കിൽ അതിനൊരു വേരുണ്ട്. അപ്പൊ നമുക്കറിയാം ഏത് ശരിക്കാലും ഒരു വേരുണ്ട് എന്ന് പറയണ പോലെ ഓരോ സ്വഭാവത്തിന്റെ പുറകിലൊരു വേരുണ്ട്. അപ്പൊ നമ്മളിവിടെ പറമ്പ് പറയാം, പറമ്പിൽ ഇങ്ങനെ ചെടികളും കാട്ടുചെടിയൊക്കെ നിൽക്കുമ്പോ നമ്മള് വന്നിട്ട് ഭാര്യമാര് വെട്ടിക്കളഞ്ഞാലോ
അത് പോയി എന്നതുപോലെ ഈ സ്വഭാവം വേരോടെ പിഴുതാലാണ് ഇത് പോകുള്ളൂ. അപ്പൊ ഇതിന്റെ വേര് അന്വേഷിച്ചിട്ടാണ് ഇനി അടുത്ത കാര്യം ഇരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പേര് നമ്മൾ അന്വേഷിച്ചു ചെന്ന് അപ്പൊ എന്താണോ നമ്മൾ കണ്ടത് കേട്ടത് ഇതാണ് പിന്നെ നമ്മുടെ ലൈഫിൽ വരാൻ പോകുന്നത്. ഓരോ ഡ്രസ്സിങ് ആയാലും ആഹാരം എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഹിസ്റ്ററി ചെക്ക് ചെയ്തപ്പോ ഈ പയ്യന് അച്ഛനും അമ്മയൊക്കെ വളരെ ലവിങ് പാർട്ട്നേഴ്സ് ആയിരുന്നു. സ്വഭാവം ഇങ്ങനെ ഭാര്യനെ അടിക്കുക എങ്ങനെ ഇത് കിട്ടി എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പയ്യന്റെ ഫാദർ ഉണ്ട്. ഫാദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് പാരന്റ്സ്, മുത്തശ്ശനും മുത്തശ്ശി അല്ലെങ്കിൽ വല്യുപ്പ വല്യുമ്മ എന്ന് പറയുന്നത്. നമുക്കറിയാം കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ എന്താ ചെയ്യാ, കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ നമ്മള് കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെറിയൊരു മാറ്റിൽ വിരിച്ചിട്ട് അവിടെ കിടത്തും, അല്ലെങ്കിൽ ടി വി കാണുന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്ന് കിടത്തും, പത്രം വായിക്കണ അവിടെ കൊണ്ടുപോയി കിടത്തും. അപ്പൊ നമ്മൾ എന്താണ് ഓരോരുത്തരെ വർക്കിലോട്ട് കിടത്തും. അപ്പൊ ഇതുപോലെ ഈ കുട്ടീനെയും ഓരോ കാര്യങ്ങൾ വരുമ്പോൾ അവിടെ കിടത്തും. അപ്പൊ ഈ കുട്ടി ചെറുപ്പത്തിലെ മുതൽ കണ്ടു വളർന്ന ഒരു കാര്യമുണ്ട്. ഈ വല്യുപ്പ എന്ന് പറയണ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ, മുത്തശ്ശൻ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ പല പ്രാവശ്യവും ചെയ്യുന്നത് ഈ കുട്ടിയുടെ ഉള്ളിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ആ കുട്ടി വളർന്ന് വലുതായി ഒരു 10 വയസ്സൊക്കെ ആയപ്പോൾ കൂടി അവർ മരണപ്പെട്ടു. പക്ഷെ ഇതിനുശേഷം ഈ കുട്ടി ഒരുപാട് പഠിച്ചു, എബ്രോഡ് പോയി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അതന്ന് സംഭവിച്ചൊരു ഇൻസിഡന്റ് ആണ്. പക്ഷെ അതിനുശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കുട്ടി പയ്യൻ വിവാഹം കഴിച്ചപ്പോഴാണ് ഈ ഒരു സംഭവം വന്ന് ട്രിഗർ ചെയ്തിട്ട് പുറത്തേക്ക് വന്നത്. എന്നതുപോലെ നിങ്ങളുടെ ഉള്ളില് നമ്മുടെ 0 to 7 years ആണ് ശരിക്കും ഒരു ബ്ലൂ പ്രിന്റ് ക്രിയേറ്റ് ഒരു വ്യക്തിയുടെ. ഈ സമയത്ത് കണ്ടതും കേട്ടതും എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിയെ ശരിക്കും ഫുള്ളായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നീട് അവന്റെ ഡിസിഷൻ മേക്കിംഗ് എല്ലാ കാര്യങ്ങളും. ഇനി ഈ 0 to 7 years നിങ്ങൾക്ക് അതിനെ ആലോചിച്ചാലും ഒന്നും കിട്ടില്ല. എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ എന്നെ ഒരു കേസാണ്, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യണം, ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കണം, ഇങ്ങനത്തെയാണ് ഒരുപാട് പേര് എന്താണ് ചോദിച്ചു വരണം. മെന്ററിൽ വരുമ്പോ ഏറ്റവും കൂടുതൽ ചോദിച്ചത്. അപ്പൊ ഈ ഒരു പയ്യന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് ഇവരെ പ്രോഗ്രാം കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ എന്നതുപോലെ ഇനി ഇതുപോലത്തെ ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ട്. ഓരോ കാര്യങ്ങൾക്കും നമ്മുടെ ലൈഫിൽ ഓരോ ഡിസിഷൻ നിങ്ങളുടെ ഓരോ ഡിസിഷൻ എടുക്കണതിന്റെ പുറകിലൊക്കെ ഓരോ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയത് എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇങ്ങനത്തെ ഇഷ്യൂസ് നമ്മുടെ സബ് കോൺഷ്യസിലേക്ക് കിടക്കുന്നു. ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കണം, ഇന്ന് രാവിലെ എന്താ കഴിച്ചത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടി ഉണ്ടാവും ഇല്ലേ? പുട്ട്, ദോശ, കടല ഇതൊക്കെ പറഞ്ഞിട്ട് മറുപടി. പക്ഷെ നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, 2020 നിങ്ങളുടെ അടുത്ത് ജനുവരിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ച് നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഇത് നിങ്ങളുടെ ലൈഫ് ഇപ്പൊ 30 വയസ്സാണ്. ഈ 30 വർഷത്തെ കാര്യങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസിൽ കംപ്ലീറ്റ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കോൺഷ്യസ്ലി ആലോചിക്കുമ്പോൾ, കോൺഷ്യസ് എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് കോൺഷ്യസ് ലെവൽ. ഈ കോൺഷ്യസ് എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറയുന്നത് 10% പവറുള്ളൂ. പക്ഷെ സബ് കോൺഷ്യസ് ആണ് 90% കിടക്കുന്നത്. അത് നിങ്ങളുടെ അമ്മയുടെ ഗർഭാവസ്ഥ മുതൽ കേൾക്കുന്നില്ല മാം, കേൾക്കുന്നില്ല. മറ്റുള്ളവർക്ക് എങ്ങനെയുണ്ട്? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ. റുബീന ഒന്ന് ചെക്ക് ചെയ്യോ, അവിടെ എന്താ പ്രശ്നം എന്നൊന്നും ചെക്ക് ചെയ്യൂ. ഒന്നുകൂടി സൈൻ ഔട്ട് ചെയ്തിട്ട് വരും. ഓക്കെ, താങ്ക് യു. അപ്പൊ അങ്ങനെ നിങ്ങളുടെ സബ് കോൺഷ്യസിൽ കിടക്കുന്നതിനനുസരിച്ചാണ് നിങ്ങളുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അസുഖങ്ങൾ വരുമ്പോഴും അല്ലെങ്കിൽ മുഖത്തൊരു മുഖക്കുരു പാലുണ്ണി വരികയാണെങ്കിൽ എന്താണ്, ഡോക്ടറെ അടുത്ത് പോകും ഇല്ലേ? എന്ത് അസുഖം, പനി വന്നാലോ ജലദോഷം വന്നാലോ തുമ്മൽ വന്നാലോ അപ്പൊ ഡോക്ടറെ അടുത്ത് പോകും, അത് ഹീലാവും. അസുഖങ്ങൾ വെച്ചുകൊണ്ടിരിക്കാറുണ്ടോ? ഇല്ല. പക്ഷെ നിങ്ങളുടെ ലൈഫില് വന്നിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ ഉണ്ടായിട്ടുള്ള ഓരോ മുറിവുകളും പാടുകളോ ജീവിതത്തിൽ ഉണ്ടായ മനസ്സ് വേദനിച്ചിട്ട് ഉള്ളത് മാറ്റാനൊന്നും ആരും പോവാറില്ല. എവിടെയെങ്കിലും പോവാറുണ്ടോ? ഇല്ല. എല്ലാം അടിക്കടിയായിട്ട് നിങ്ങളുടെ ഇപ്പൊ ഇരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തില് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ ഒരു മരണം സംഭവിച്ചിട്ടുണ്ടാവും, ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ടാവും,
ഡൈവോഴ്സ് സംഭവിച്ചിട്ടുണ്ടാവാം, ചതികൾ സംഭവിച്ചിട്ടുണ്ടാവാം, അബ്യൂസുകൾ സംഭവിച്ചിട്ടുണ്ടാവാം, അതുപോലെ വേണ്ടപ്പെട്ട ആൾക്കാരിൽ നിന്നും സ്വത്തിന്റെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവും. പക്ഷെ എന്താ, അത് കാലം അങ്ങനെ ആക്കി പോയിക്കോളും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ അത് വിട്ടുപോകും, കോൺഷ്യസ്ലി അത് വിട്ടുപോയെങ്കിലും പക്ഷെ അതെല്ലാം ഓരോ ഫയലുകളായിട്ട് ഇങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ്, ആക്ടിവിറ്റി ആയിട്ട് കിടക്കുകയാണ്, ഒന്നും ഹീൽ ചെയ്തിട്ടില്ല. അത് മുറിവിന്റെ മുകളിൽ മുറിവുകളായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ആ ഒരു പാർട്ട് ഹീൽ ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുക. നിങ്ങൾക്ക് ഈ ഏറ്റവും എല്ലാവരും പറയണത് എന്റെ ജീവിതത്തിൽ മാറ്റം വരണം എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ മെജോറിറ്റി ആൾക്കാരും വരുന്നത്. പക്ഷെ ഈ ഹീൽ ചെയ്യണം എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഇപ്പൊ ഈ സെഷൻ വേണ്ട, ഇതല്ലാതെ തന്നെ നെറ്റിൽ നോക്കി കഴിഞ്ഞാലും യൂട്യൂബിൽ നോക്കി കഴിഞ്ഞാലും എന്താണ് ഒരുപാട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ, അഫർമേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് ചാനൽ എല്ലാം നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അതെല്ലാം നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇപ്പൊ ഞാനിവിടെ പറയുമ്പോൾ തന്നെ കൂടി നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഇൻഫോർമേഷൻ ആണ്, നിങ്ങൾ കേൾക്കുന്നു എന്ന് മാത്രമാണ്. പക്ഷെ ട്രാൻസ്ഫോർമേഷൻ എന്നൊരു സംഭവം നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ പോകണം. മനസ്സിലായോ? അപ്പൊ ഇനി കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നത് വാക്കുകളും ചിന്തകളും എത്രത്തോളമാണ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. വാക്കുകള് ഇൻഫ്ലുവൻസ് എങ്ങനെയെന്ന് വെച്ചാല് ഓരോ കാര്യം വെച്ചാൽ നമുക്ക് ഈ ചിന്തിക്കാനായിട്ട് ഒരു ഇതുമില്ല. ഇവിടെ ഇരുന്ന് കാനഡയിലും ഓസ്ട്രേലിയയിലും എല്ലാം ചിന്തിക്കും. അതുപോലെ തന്നെ അത്രയും ഇതായിട്ട് അതുപോലെ വാക്കുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, തെറി പറയാം, നല്ലത് പറയാം, എങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് പോലും അറിയാം. അത് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിലും പക്ഷെ അത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പല ആൾക്കാർക്കും അറിയാം. അതിനെ കുറിച്ച് ഞാൻ പറയാം. ഇതില് ഇപ്പൊ ഓരോ വാക്കുകളും നിങ്ങൾ അത്രയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഞാന് ഒരു പ്ലേറ്റ് എടുത്തു, ഒരു മാങ്ങ പറിച്ചിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട്, പച്ച മാങ്ങയാണ്, കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അതിൽ കുറച്ച് ഉപ്പിട്ടു, അല്പം മുളകിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തേ നിങ്ങൾ എല്ലാവരും നോക്കിയിരിക്കല്ലേ, വായോർക്കുക, എല്ലാവർക്കും വായിൽ വെച്ചരാം. വെച്ച് പറയുമ്പോ തന്നെ എന്താണ് വായിൽ വെള്ളം വരുന്നുണ്ട് അല്ലേ? ഞാൻ മാങ്ങ പറിച്ചില്ല, നിങ്ങൾക്ക് തന്നോ? പക്ഷെ അപ്പൊ തന്നെ നാവിൽ എങ്ങനെ വെള്ളം വന്നത്, ആ ഒരു ഇത് വന്നത് എങ്ങനെ എന്നതുപോലെയാണ് ഓരോ വാക്കുകളും അത്രയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ലൈഫിൽ. വേർഡ്സ് ഹാവ് പവർ. ഈ പറഞ്ഞത് ശരിക്കും ഉള്ളിലോട്ട് ഡൈജസ്റ്റ് ചെയ്യും. കാര്യം ഇവിടെ ഇരിക്കുന്ന ഓരോ അമ്മമാരും വെച്ച് കഴിഞ്ഞാല് കുട്ടികളോട് സംസാരിക്കുന്നു, നിങ്ങളുടെ വീട്ടിലുള്ളവരോട് സംസാരിക്കുന്നു, നീ മണ്ടനാണ്, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, നിനക്ക് അത് പറ്റില്ല, ഇത് പറ്റില്ല എന്ന് നിങ്ങൾ ഓരോ വാക്കും പറയുമ്പോഴും അവരെ ലൈഫിന് അത്രയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിന് ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രോഗ്രാമുകൾ കിട്ടിയിട്ടുണ്ട്. നിന്നെ കൊണ്ട് അത് പറ്റില്ല, നീ അത്ര കാണാൻ ഭംഗിയില്ല, നീ ഭയങ്കര അഹങ്കാരിയാണ്, നീ ഭയങ്കര ദേഷ്യക്കാരിയാണ്, നിന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല, നീ ആഹാരം വെച്ച് വായിൽ വെക്കാൻ കൊള്ളില്ല, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അത്രയധികം ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി എന്താണ്, ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, വർക്ക് ചെയ്യണം. ഒരു സ്ലൈഡ് ഷെയർ ചെയ്യാം. കാണുന്നില്ലേ ഒരു സ്ലൈഡ്? ഈ മൈൻഡ് എന്ന് പറയുന്നത്, മൈൻഡ് ഈസ് ലൈക്ക് എ ഗാർഡൻ. മനസ്സെന്ന് പറയുന്നത് ഒരു ഗാർഡൻ പോലെയാണ്. നിങ്ങൾക്ക് എന്താണോ വിതയ്ക്കുന്നത് അതാണ് നിങ്ങൾക്ക് കൊയ്യാൻ പറ്റും. ഒരു ഏറ്റവും നന്നായിട്ട് ഒരു എക്സാമ്പിൾ പറയണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു അമ്മയുടെ 3 പെൺപിള്ളേരെ ജനിച്ചു, 3 പെൺകുട്ടികൾ. ഒരാളെ വിവാഹം കഴിപ്പിച്ചു വിട്ടേക്കുന്നത് കാനഡയിലോട്ടും, മറ്റൊരാളെ വിവാഹം കഴിപ്പിച്ചു വിട്ടത് സൗദിയിലോട്ടും, വേറൊരാളെ വിവാഹം കഴിച്ച് നാട്ടിലുമാണ്. ഇവർക്ക് എല്ലാവർക്കും മക്കളുണ്ടായി.
മക്കൾ ഉണ്ടായി കഴിഞ്ഞാലോ ഇങ്ങനെ മക്കൾ ഉണ്ടായി കഴിഞ്ഞിട്ട് അവര് ഒരാൾ കാനഡയിൽ, ഒരാൾ സൗദിയിൽ, ഒരാൾ നാട്ടിൽ. നിങ്ങൾക്കറിയാലോ ഇവര് ഒരമ്മയുടെ മക്കളാണ്, 3 പെൺകുട്ടികളും. അവർക്ക് മക്കളുണ്ടാവുമ്പോൾ മുഖച്ഛായ പോലും കണ്ണും അതുപോലെ നുണക്കുഴി ഇതെല്ലാം സുന്ദരമായിരിക്കും, അല്ലെങ്കിൽ എന്താ കേളി ഹെയർ ഇണി എല്ലാം വരും. പക്ഷെ കാനഡയിൽ വളർന്ന ഒരു വ്യക്തിയും സൗദിയിൽ വളർന്ന ഒരു കുട്ടിയും അതുപോലെ നാട്ടിൽ വളർന്ന കുട്ടിയും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ലേ? ഇല്ലേ? വ്യത്യാസം ഉണ്ടാവും. അപ്പൊ എന്താണോ ആ പ്രോഗ്രാം കിട്ടിയത് അതിനനുസരിച്ചാണ് പോകുന്നത്. അപ്പൊ ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നല്ലതും അതുപോലെ ചീത്തയും സ്ട്രഗിളിന്റെ എല്ലാം പുറകിൽ നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയ പ്രോഗ്രാമിന്റെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യാ? സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാം, മൈൻഡ് അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ഈ മൈൻഡിന് ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള ഒരു എക്സാമ്പിളായി നിങ്ങൾക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്, മനസ്സിലാക്കാനായിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട്. നമുക്കറിയാം നമ്മുടെ ഇവിടെ പറമ്പെന്ന് പറയാം, ഇവിടെ തൊടി എന്ന് പറയും. ഓക്കെ, നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയാ? ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു നിങ്ങളുടെ ഒരു വീടിന്റെ അടുത്ത് നിങ്ങളുടെ പറമ്പില് ഫുള്ള് വൃത്തിയാക്കിയിട്ട് അതിനുശേഷം നിങ്ങൾ നല്ലൊരു മാവാണ് നട്ടുന്നുണ്ടെങ്കിൽ, ഒരു മാവിന്റെ ഒരു ചെറിയൊരു തൈ വാങ്ങിച്ചിട്ടാണ് നടന്നുന്നുണ്ടെങ്കിലോ മാവുണ്ട്. അതുപോലെ പ്ലാവ് നട്ട പ്ലാവ് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ഹെംലോക്ക് എന്ന് പറയുന്ന കൊടും വിഷം, അതിന്റെ തൈ നട്ടാലും അതാണ് ഉണ്ടാവുക. മനസ്സിലായി? ഇതിന്റെ തൈ ഒന്നും ആരും പറിക്കാൻ പോണ്ട, ഞാൻ പറഞ്ഞതാണ് എക്സാമ്പിള്. നിങ്ങൾ തൈ ഹെംലോക്ക് അല്ല ഇവിടുത്തെ പ്രധാന വിഷയം. എന്നതുപോലെ നിങ്ങളുടെ ഉള്ളിൽ ഇതുവരെ കിട്ടിയ പ്രോഗ്രാമിന്റെ ബേസ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ഒരു നല്ല റോസപ്പൂ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെമ്പരത്തിയുടെ തൈ അവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് പറിച്ചു കളഞ്ഞിട്ട് വേണം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ നടണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ലൊരു അധ്യാപിക ആവണം, നല്ലൊരു ഉമ്മയാവണം, നല്ലൊരു ബിസിനസ്സുകാരി ആവണം, നല്ല രീതിയിൽ ഏൺ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ലൊരു ഹീലർ ആവണം, അങ്ങനത്തെ ഒരുപാട് പ്രോഗ്രാമുകൾ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ റൺ ചെയ്യണത് നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയ പ്രോഗ്രാമിനനുസരിച്ച്. ഇനി നമുക്ക് ഇതിനെന്ത് ചെയ്യാം? സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എന്താണ് പ്രോഗ്രാമുകൾ കൊടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യും. ഇപ്പൊ നേരത്തെ ഫസ്റ്റ് തുടങ്ങിയപ്പോ തന്നെ ടെസ്റ്റിമോണിയൽസിൽ നിങ്ങൾ കണ്ടല്ലോ ഓരോരുത്തർ. അപ്പൊ ഈ ഒരു ഗാർഡൻ കണ്ടോ? ഈ ഗാർഡനിൽ എന്താണ് അമ്മയുടെ ഒപ്പീനിയൻ, അച്ഛന്റെ ഒപ്പീനിയൻ, നൈബേഴ്സിന്റെ ഒപ്പീനിയൻ, ഇതുവരെ ന്യൂസിൽ നിന്ന് കിട്ടിയത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർ പറഞ്ഞ കഥകൾ, സീരിയലിൽ നിന്നുള്ള കഥകൾ, ഇതിന്റെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഗാർഡൻ. ഓരോരുത്തർ പറഞ്ഞ കഥകളും കാര്യങ്ങളും അതുപോലെ സ്റ്റോറീസും സിനിമയെന്നും അതുപോലെ തന്നെ കണ്ട പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. ഇനി പക്ഷെ ആഗ്രഹം ഇങ്ങനത്തെ ഒരു ഗാർഡൻ ആണോ? അല്ലേ? ഇതുപോലത്തെ ഒരു ഗാർഡൻ ആണ് ആഗ്രഹിക്കണേ അല്ലെ? ഇനി ഇങ്ങനത്തെ ഒരു ഗാർഡൻ ആക്കണ്ടേ? ഇങ്ങനത്തെ ഒരു ഗാർഡൻ ആക്കണം എന്നുണ്ടെങ്കിൽ സബ് കോൺഷ്യസിനെ റീപ്രോഗ്രാമിങ് ചെയ്യണം. മൈൻഡ് റീപ്രോഗ്രാമിങ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ആ മൈൻഡ് റീപ്രോഗ്രാമിങ് ഒരുപാട് ടൂൾസ് ഉണ്ട്. അതിനനുസരിച്ച് റീപ്രോഗ്രാമിങ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഇതുപോലത്തെ ഒരു ഗാർഡൻ എന്താണ് കിട്ടുന്നത്. ഇനി ഞാൻ 1-2 എക്സാമ്പിൾസ് ഞാൻ പറയാം. ഓരോ ഡിസിഷൻ മേക്കിങ്, ഓരോ കാര്യങ്ങൾ എങ്ങനെ വരുന്നത്. എനിക്കൊരു ക്ലയന്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ ഡൈവോഴ്സ് ആയി. പക്ഷെ ആ വ്യക്തിക്ക് ഒരു റിലേഷൻഷിപ്പ്, ഒരു മെന്ററിംഗിൽ വരുമ്പോൾ അവർക്ക് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അവര് എൻ്റെ അടുത്ത് മെന്ററിംഗിൽ സംസാരിച്ചു, ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. ആ പെൺകുട്ടി പറയും ഇറ്റ്സ് വെരി, പറയുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് വളരെ ടോക്സിക് ആണ് ആ പുരുഷനായിട്ടുള്ള റിലേഷൻഷിപ്പ്. എന്തുകൊണ്ടാണ് ആ റിലേഷൻഷിപ്പ് നിൽക്കുന്നത്? ആ കുട്ടിക്കും എന്തൊക്കെ പറ്റുന്നില്ല, പക്ഷെ ഷീ ഈസ് കീപ്പിംഗ് ദാറ്റ് റിലേഷൻഷിപ്പ്. മെന്ററിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമ്പോ അത് വിട്, ആ റിലേഷൻഷിപ്പ് വിട്, ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമൊന്നുമല്ല. ഉള്ളിലാണ് പ്രോഗ്രാമിംഗ് നടക്കുന്നത്. പിന്നീട് അവരാണ് തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണം വേണ്ടെന്നുള്ളത്. അപ്പൊ ഈ പെൺകുട്ടിയുടെ കേസിൽ ഇങ്ങനെ ആ റിലേഷൻഷിപ്പ് പോകുന്നു. ഇതിങ്ങനെ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോ എന്താണ് ഈ വ്യക്തി മെന്ററിംഗിൽ വന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് ആളായിട്ടുള്ളത് ഒട്ടും പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്, എന്തോ ഒരു ഇതുണ്ട്, വെയിറ്റ് ചെയ്യും, നമുക്ക് നോക്കാം.
അങ്ങനെ ഓരോ കാര്യങ്ങൾ കടന്നുപോയി. അത് കഴിഞ്ഞപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി ഞാനത് ഒഴിവാക്കിയാണ് ആ ബന്ധം. ഓക്കെ, എന്തുകൊണ്ട് ഒഴിവാക്കി? അപ്പൊ ആ കുട്ടിക്ക് തന്നെ അത് നമ്മൾ സംസാരിച്ച് കുറച്ച് ഇതിനെ ഡീപ്പർ ലെവലിൽ ഒരു ടോക്ക് വന്നു കഴിഞ്ഞപ്പോൾ വന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ഉള്ളിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. എന്താണെന്നറിയാമോ? പുരുഷൻ എടുക്കുന്ന തീരുമാനമാണ് ഏറ്റവും ബെസ്റ്റ്. ഞാനിവിടെ പുരുഷനും സ്ത്രീയും മോശം അതിനെക്കുറിച്ചിട്ടൊന്നല്ല ഇവിടെ പറഞ്ഞു വരുന്നത്. ഈ കുട്ടിയുടെ ഉള്ളിൽ കിടക്കുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് പുരുഷൻ എടുക്കുന്ന തീരുമാനമാണ് ഏറ്റവും നല്ലത്, പുരുഷനാണ് തീരുമാനം എടുക്കേണ്ടത്. അപ്പൊ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അച്ഛനില്ല, സഹോദരനില്ല, അതുപോലെ തന്നെ ഭർത്താവും ഇല്ല, ഭർത്താവും ഡൈവോഴ്സായി. അപ്പൊ എന്ത് സംഭവിച്ച്? ഈ പുരുഷനെ സബ് കോൺഷ്യസ് അറിയാണ്ട് ഒരു പുരുഷനെ അട്രാക്ട് ചെയ്ത്, പക്ഷെ ഇറ്റ് വാസ് എ ടോക്സിക് റിലേഷൻഷിപ്പ്. അപ്പൊ ഈ പുരുഷന്റെ ഒറ്റ ഇത് റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിങ്ങും കാര്യങ്ങളാണ്. മനസ്സിലായ? അപ്പൊ ഈ ഇങ്ങനെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ പക്ഷേ മെന്ററിംഗിൽ എത്തിയപ്പോ എന്ത് സംഭവിച്ചത്? ആ പെൺകുട്ടിക്ക് തന്നെ ഡിസിഷൻസ് എടുക്കാനും അതിനുള്ള കേപ്പബിൾ ആയിട്ടുള്ള ഐഡിയാസിലെത്തി. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, അപ്പൊ ഈ കുട്ടിയുടെ ഉള്ളില് ഡിസിഷൻ മേക്കിംഗ് പവർ എത്തിയപ്പോ അങ്ങനെ ടോക്സിക് റിലേഷൻഷിപ്പിന്റെ ആവശ്യമില്ല. മനസ്സിലായോ? ഇങ്ങനത്തെ ഇത് ഈ കുട്ടിയുടെ ഉള്ളിൽ പ്രോഗ്രാം കയറിയതാണ്. എങ്ങനെയോ കയറി, ആരെങ്കിലൊക്കെ പറഞ്ഞായിരിക്കാം, എങ്ങനെയോ ഒരു പ്രോഗ്രാം കയറി. ഇതിന്റെ ബേസ് ചെയ്തിട്ടായിരുന്നു അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലോട്ട് പോയത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറഞ്ഞപ്പോ തൊട്ട് ഒരു ഓൺട്രപ്രണർ വന്നിട്ടുണ്ടായിരുന്നു. ഈസ് എ വെരി ബിസിനസ്മാൻ, നല്ലൊരു ബിസിനസ്സുകാരനാണ്, നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്നു. അപ്പൊ അദ്ദേഹത്തിനും ഈ പറഞ്ഞ പോലെ ഒരു അഫെയർ വന്നു. അപ്പൊ എങ്ങനെ മെന്ററിംഗിൽ ഇങ്ങനെ ആദ്യമൊന്നും പറഞ്ഞില്ല. അവര് മെന്ററിംഗിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞില്ലെങ്കിൽ റിസൾട്ട് സംഭവിക്കും. വേറെ ടൂൾസ് പോണ സബ് കോൺഷ്യസിലോട്ടാണ്. അപ്പൊ ഈ വ്യക്തി വന്നിട്ട് മെന്ററിങ് എടുത്ത് അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആളിങ്ങനെ പറഞ്ഞു, എനിക്കൊരു അഫെയർ ഉണ്ട്. പക്ഷെ ഞാൻ ആ പെൺകുട്ടി ഞാൻ ആഗ്രഹിക്കുന്ന പോലെ അല്ല ആ പെൺകുട്ടി വരുന്നത്, എന്തോ എനിക്കത് പറ്റുന്നില്ല എന്ന് വെച്ചു. ഓക്കെ, അത് ചോദിച്ചു എന്താണ് ശരിക്കും അവിടെ സംഭവിക്കണേന്ന് വെച്ചു. ഈ വ്യക്തിക്ക് ഒരിക്കലും ഈ ഒരു സ്ത്രീ ആയിട്ട് ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് ഒട്ടും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ആ സ്ത്രീ വരുന്നത് ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങൾക്കായിരുന്നു ഇവര് വരുന്നത്. പക്ഷെ ഈ പയ്യന് ഈ ബിസിനസ്സുകാരന് ഇതിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നു. നമ്മൾ ഇതിന്റെ കോർ റീസൺ അന്വേഷിച്ചപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബിസിനസ് വ്യക്തിയുടെ ലൈഫിൽ വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടൊരു ഒരു വ്യക്തി എന്ന് പറഞ്ഞത് മദറാണ്. മദറായിരുന്നു എല്ലാ ഡിസിഷനും. ഒരു പ്രോപ്പർട്ടി എടുക്കാൻ പോയി കഴിഞ്ഞാൽ മദറായിട്ട് പോയി നോക്കും. എന്നിട്ട് പ്രോപ്പർട്ടി അമ്മ അവിടെ പോയി നോക്കിയിട്ട് ആ പ്രോപ്പർട്ടി വാങ്ങിക്കും, സൈൻ ചെയ്യണതിന് മുമ്പ്. ഷീ ഈസ് എ വെരി സ്ട്രോങ് ലേഡി. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ബിസിനസ്സുകാരന്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഒരു മദറായിരുന്നു. മദർ ഫിഗർ ഭയങ്കര റോളായിരുന്നു. എന്നിട്ട് വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. ഈ വ്യക്തി വരുമ്പോൾ വിവാഹം കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ മദർ ഫിഗർ നല്ല റോൾ ഉണ്ടായി കഴിഞ്ഞ് അതിനിടയിൽ വിവാഹം കഴിക്കാൻ കുട്ടികൾ ഉണ്ടാവുന്നു. വൈഫ് വളരെ സോഫ്റ്റ് ആയിട്ടൊരു ലേഡി ഉണ്ടാവും. നല്ല രീതിയിലാണ് അവരുടെ റിലേഷൻഷിപ്പ് ഒക്കെ നന്നായിട്ട് പോണത്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അമ്മ ഇടക്ക് വെച്ചിട്ട് മരണപ്പെട്ട് കഴിഞ്ഞപ്പോ വൈഫിന് ഇവരെ സബ് കോൺഷ്യസിൽ ഒരു മദർ ഫിഗർ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ്, ഭയങ്കര സപ്പോർട്ടിങ് ആയിട്ടൊരു ലേഡിയാണ് കിടക്കുന്നത്. പക്ഷെ വൈഫ് അങ്ങനെയല്ല. വൈഫ് വളരെ സോഫ്റ്റ് ആയിട്ടും ഭയങ്കര അവിടെ ഇരിക്കും, അങ്ങനത്തെ ഒരു ലേഡിയാണ്. ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവര് സബ് കോൺഷ്യസിൽ ഇങ്ങനെ എല്ലാ തീരുമാനങ്ങളും ഇങ്ങനെ അമ്മയുടെ അടുത്ത് ചോദിക്കും, അമ്മ എസ് എന്ന് പറയും. വൈഫിന് അതിനൊന്നും വിഷയമൊന്നുമില്ല കേട്ടോ, അതൊന്നല്ലാത്ത വിട്ട വിഷയം. അപ്പൊ ഇങ്ങനെ തീരുമാനം എടുക്കുമ്പോ അത് അമ്മ എസ് എന്ന് പറയുമ്പോൾ അത് ചെയ്യും. അങ്ങനെ ഓരോ ബിസിനസ് ചെയ്യുമ്പോഴും അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സ്പേസ് അവിടെ ലാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അറിഞ്ഞോ അറിയാതെ എന്ത് സംഭവിച്ചു?
വേറൊരാളെ ഇവരിങ്ങനെ ആ ഒരു വളരെ സ്ട്രോങ് ആയിട്ടൊരു ലേഡീനെ കണ്ടപ്പോൾ ഇവര് അറിയാണ്ട് ഒരു അട്രാക്ഷൻ വന്നു. പക്ഷെ ഈ വ്യക്തിയുടെ ഉള്ളില് നമ്മുടെ മെന്ററിംഗിൽ വന്നപ്പോഴേ എനിക്ക് മനസ്സിലായത്, സോർട്ട് ചെയ്യാൻ പറ്റിയത് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ റിലേഷൻഷിപ്പ്. അപ്പൊ ഈ വ്യക്തിയുടെ ഉള്ളിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു ബന്ധത്തെ അട്രാക്ട് ചെയ്തത്. പക്ഷെ ആ ലേഡി അട്രാക്ട് ചെയ്തത് അവർക്ക് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഹസ്ബൻഡിന് ഇല്ലാത്തതുകൊണ്ടാണ് അവര് അറിയാണ്ട് അട്രാക്ട്. ലേഡി നമ്മുടെ റോളിലില്ല കേട്ടോ. അപ്പൊ ഞാൻ കഥയിൽ അവരാരും വെക്കരുത്, അവര് നമ്മളെ ക്ലൈന്റ് അല്ല. അപ്പൊ ഈ നമ്മുടെ ബിസിനസ് ആരെന്ന് പറയണത്, ഈ വ്യക്തി എന്ത് പറ്റി, ഇവര് മെന്റലി വളരെ സ്ട്രോങ് ആവുകയും ഇവർക്ക് സെൽഫായിട്ട് ഡിസിഷൻ മേക്കിംഗ് പവർ വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോ ഓട്ടോമാറ്റിക്കലി ആ ലേഡി ആയിട്ട് ഇപ്പൊ എൻ്റെ അടുത്ത് ചോദിക്കേണ്ട എന്ത് ഞാൻ ചെയ്യേണ്ട റിലേഷൻഷിപ്പ്, വെയിറ്റ്, ഹോൾഡ് ഓൺ, വെയിറ്റ് ചെയ്യും, നമുക്ക് പതുക്കെ പതുക്കെ അത് വരും. കാര്യം എന്ന് വെച്ചാൽ മെന്ററിങ് ഇറ്റ്സ് എ ലോങ് പ്രോസസ്. അപ്പൊ പറഞ്ഞു വെയിറ്റ് ചെയ്യും, എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കരുത്. അപ്പൊ അങ്ങനെ പതുക്കെ പതുക്കെ പ്രോസസ്സ് പോകാൻ തുടങ്ങി. he started to become very strong to take decision. അങ്ങനെ വന്നപ്പോ ഇങ്ങനെ ഒരാളുടെ ആവശ്യം വരെ ലൈഫിലില്ല. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഇതാണ് ഓരോരുത്തരുടെ ഉള്ളിൽ കിടക്കുന്ന പ്രോഗ്രാമുകൾ. ഇതിന്റെ ബേസ് ചെയ്തിട്ടാണ് ഓരോ തീരുമാനങ്ങളും ഓരോ റിലേഷൻഷിപ്പ് എടുക്കുന്നതും എല്ലാം പോകുന്നത് ഇതിന്റെയൊക്കെ ബേസ് ചെയ്തിട്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ എന്താണ് ഇത്ര ഇമ്പോർട്ടൻറ്റ്? കാര്യം മൈൻഡ് ഹാസ് എൻ അൾട്ടിമേറ്റ് പവർ. അപ്പൊ മൈൻഡിന്റെ പവർ എന്താണെന്ന് മനസ്സിലാക്കാൻ അധികം സമയമില്ല, എന്നാലും ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ചെടികളും മരങ്ങളൊക്കെ പോട്ടെ, കാണുന്ന ബിൽഡിങ്ങുകള്, നമുക്ക് ഈ പറയുന്ന ബുർജ് ഖലീഫ, നമ്മൾ ഈ ഉപയോഗിക്കുന്ന സൂം, നിങ്ങളൊക്കെ ഏതൊക്കെയോ ജില്ലകളും പല രാജ്യത്തൊക്കെ ഇരിക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന സൂം ടെക്നോളജി, ഇതൊക്കെ എവിടെയാണ് വന്നത്? ആദ്യം എവിടെ വന്നത്? ചാറ്റ് ബോക്സ് വന്നിട്ട് ഇതെല്ലാം ആദ്യം എവിടെ വന്നത്? ആ സംഭവം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഒന്ന് ചോദിക്കട്ടെ. ആ, കറക്റ്റ്. ഫർഹാൻ മൈൻഡ്, ജസീന മൈൻഡ്, താങ്ക് യു. കറക്റ്റ്, മൈൻഡിലാണ് ആദ്യം വന്നത്. ഒരാളുടെ മനസ്സിലാണ് എല്ലാം. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന വീടാണെന്നുണ്ടെങ്കിൽ, ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിലും, എന്തൊരു കാര്യം ഒരാളുടെ ഉള്ളിലാണ് ആദ്യം ജനിക്കുന്നത്. അപ്പൊ ഒരാളുടെ മനസ്സെന്ന് പറഞ്ഞാൽ അത്രയും പവർഫുൾ ആണ്. എന്നാലോചിച്ച് നോക്കി, നമ്മൾ ഉണ്ടാക്കുന്ന ആറ്റം ആണെന്നുണ്ടെങ്കിൽ എല്ലാം എത്ര പവർഫുൾ ആണ്. പക്ഷെ ഇതെല്ലാം ആദ്യം ഉണ്ടായ ഒരാളുടെ മനസ്സിലാണ്. ആ മൈൻഡ് അപ്പൊ എത്രത്തോളം പവർഫുൾ ആയിരിക്കും. ആ സെയിം മൈൻഡാണ് ഇവിടെ ഇരിക്കുന്ന ഫൗസിയും റസിയും, അതുപോലെ മൈമൂന്, ഷീജ, ഷീബ, ഇവരൊക്കെ ഉള്ളില്, നിങ്ങളുടെ എല്ലാവരും ഉള്ളിലുള്ളതും എന്താണ്? ഇതുപോലത്തെ ഒരു മനസ്സാണ്. പക്ഷെ അത് തിരിച്ചറിഞ്ഞിട്ടില്ല പല ആൾക്കാരും ഇവിടെ അടുത്ത് വരുമ്പോൾ തിരിച്ചറിയാതെ അത് അവിടെ അങ്ങനെ കിടക്കുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഓൺട്രപ്രണർ ഉണ്ട്, നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു രീതിയിൽ എത്തുന്ന, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പവർഫുൾ ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. ഈ സ്ത്രീകള് ഭയങ്കര സ്ട്രോങ് ആണ്. ഈ സ്ത്രീകൾ മാത്രമായതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. കാര്യം ഈ ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഏറ്റവും വീക്ക് എന്ന് പറയുന്നത് ഇമോഷണലി ഒക്കെ ശരിക്കും പുരുഷന്മാർ ഭയങ്കര വീക്കാണ്. പക്ഷെ സ്ത്രീകൾ ഭയങ്കര സ്ട്രോങ് ആണ്. പലപ്പോഴും പല ആൾക്കാരും ഇപ്പൊ ലാസ്റ്റ് എനിക്കൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അതില്ലാത്ത ഒരു എൻ്റെ അടുത്ത് ഫോൺ ഇതുപോലെ എവിടെ നിന്നൊക്കെ നമ്പർ കണ്ടിട്ടും ഈ യൂട്യൂബിൽ നിന്നൊക്കെ കണ്ടിട്ടെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, മാം എനിക്ക് എങ്ങനെ എത്രയും പെട്ടെന്ന് മരിച്ചാ മതി പറ്റി. പിന്നെ അവരടുത്ത് സംസാരിച്ചു, വേറെ ഒന്നും വേണ്ട, എനിക്ക് അത്രയും ഞാൻ വേറെ ഒന്നുമില്ല, അത്രയും ഞാൻ സ്ട്രഗിളാണ് കാര്യങ്ങൾ. ഓക്കെ ഫൈൻ, എന്താണ് ശരിക്കും പ്രശ്നം പറയും. അപ്പൊ അവരിങ്ങനെ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഹസ്ബൻഡിന് എക്സ്റ്റേണൽ മാരിറ്റൽ അഫയർ. ഓക്കെ, ഹസ്ബൻഡിന് അതുകൊണ്ട് നിങ്ങൾ മരിക്കണോ? ഇവരിക്കാണെങ്കിലോ 3 കുട്ടികളുണ്ട് കേട്ടോ, വേറെ കാര്യം.
ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഹസ്ബൻഡ് കാണിക്കുന്നത് ഈ ഏറ്റവും കൂടുതൽ എന്താന്ന് വെച്ചാൽ അഫയർ വരാൻ ഒരാളെന്തെങ്കിലും മോശമായിട്ട് പെരുമാറാം ഒക്കെ മോശമായതുകൊണ്ടാണ് എന്നോട് അങ്ങനെ പെരുമാറുന്നത്. അതല്ല അങ്ങനെയല്ല. അത് അവരെ കൾച്ചർ, അവരുടെ മര്യാദ, അവരുടെ വിവരമില്ലായ്മ. അത് നിങ്ങളുടെ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വീക്കായിട്ട് ഓട്ടോമാറ്റിക്കലി ഒരു ഹസ്ബൻഡിന് അഫെയർ ഉണ്ടാവുമ്പോൾ ലേഡീസിനെ കുറ്റപ്പെടുത്തും, നിന്നെ അങ്ങനെ ശരിയല്ല, നിന്നെ കൊള്ളില്ല അങ്ങനെ. അപ്പൊ ഈ പെൺകുട്ടിയുടെ അടുത്ത് വന്ന് ഓക്കെ, പക്ഷെ എന്തോ ആയിക്കോട്ടെ, പിന്നെ നെറ്റ് ഓക്കെ അല്ലേ? അപ്പൊ എന്തോ ആയിക്കോട്ടെ, അപ്പൊ എന്തോ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങൾക്ക് 3 കുട്ടികളില്ലേ, അവരെ കാര്യം എന്ത് ചെയ്യും? ആര് നോക്കും അവരെന്താ, അവരുടെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങൾ മെന്ററിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഇവര് മെന്ററിംഗ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഘട്ടങ്ങൾ കഴിഞ്ഞ് ഇവര് ഒന്നും ചെയ്യണ്ടായിരുന്നില്ല, ജസ്റ്റ് സാധാരണ ഒരു വീട്ടമ്മയായിരുന്നെ. എന്നിട്ട് ഇവര് മെന്ററിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പം നമുക്ക് അതുപോലെ തന്നെ ഒരുപാട് ടാസ്കുകളും കാര്യങ്ങളും ഉണ്ട്, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. അപ്പൊ അതിൻ്റെ അകത്ത് ഇങ്ങനെ കുറച്ച് ഇറങ്ങി കഴിയുമ്പോ ഇവര് ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്ന് ഏർണിങ് ഉണ്ടാക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ മെന്ററിങ്ങിന്റെ ലാസ്റ്റ് എത്തിയപ്പോ പറഞ്ഞ് ഞാൻ ഇത്രയും കഴിവുള്ള ഒരു വ്യക്തിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. ഇവര് ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവർക്ക് ഒരുപാട് അപ്രിസിയേഷനും കാര്യങ്ങളും വരാൻ തുടങ്ങി. മക്കളുടെ കാര്യങ്ങൾ അവർ ടേക്ക് കെയർ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അവർ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്താണ്, ഒരാൾക്ക് വേണ്ടി ജീവൻ കളയേണ്ട കാര്യമൊന്നുമില്ല. യു ആർ സോ വാല്യുബിൾ. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓരോരുത്തരുടെ സ്വഭാവവും ഓരോരുത്തർ പെരുമാറുന്നതനുസരിച്ച് കളയാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. ആ ഒരു വാല്യൂ ഫീലിംഗ് കിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു അറിയില്ല എന്താ ചെയ്യേണ്ടത്. ഇപ്പൊ ഈ ഹസ്ബൻഡിന് വീട്ടിൽ പ്രശ്നങ്ങൾ വരും, സ്വന്തം വീട്ടിലോട്ട് വരും, സ്വന്തം വീട്ടിൽ വരുമ്പോ അവിടെ നിന്ന് തള്ളിവിടും. ഇപ്പൊ നെക്സ്റ്റ് ഓപ്ഷൻ എന്താ? നെക്സ്റ്റ് ഓപ്ഷൻ മരിക്കുക എന്നുള്ളതാണ്. വേറെ എവിടെ അറിയില്ല, കാര്യം സർവൈവ് ചെയ്യാൻ അറിയില്ല. എന്തോ ആയിക്കോട്ടെ പ്രശ്നം, പക്ഷെ വി ക്യാൻ സർവൈവ്. ഇപ്പൊ ഒരു പെൺകുട്ടി എന്താണ് ഹസ്ബൻഡ് വീട്ടിൽ പ്രശ്നം, വൈഫിന്റെ സ്വന്തം വീട്ടിലും ഒക്കെ പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിലും, പക്ഷെ ആ പെൺകുട്ടിക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടെങ്കിലോ, ഒരു ഫ്ലാറ്റ് എടുത്ത് ആ പെൺകുട്ടിക്ക് പോയി താമസിക്കാവുന്നുള്ളൂ, ഒരു ജോലി എടുത്ത് അങ്ങനെ പോയി നിൽക്കാവുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഒരു 5-6 ദിവസം ഒരു വർഷം കൺസിസ്റ്റന്റ് ആയി തെറാപ്പിയൊക്കെ എടുത്തു കഴിഞ്ഞാല് എത്ര ഡീപ്പർ ബന്ധമാണെങ്കിൽ കൂടി നിങ്ങളുടെ മൈൻഡിൽ നിന്ന് അത് കളയാൻ പറ്റും. മനസ്സിലായ? ഒരുപാട് പേർക്ക് വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ ക്ലോസ് ആയിട്ടുള്ള ബന്ധം ഇതെങ്ങനെ മനസ്സിൽ നിന്ന് പോകുന്നില്ല, ഓരോ ശ്വാസത്തിലും ചിന്ത. പക്ഷെ അത് വരെ കളയാനുള്ള തെറാപ്പീസും ടെക്നിക്സും ടൂൾസുകളും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അത് റിമൂവ് ചെയ്യുകയും നിങ്ങൾക്ക് ഒരു ഫ്ലാറ്റ് എടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ മൂവ് ചെയ്തേ കഴിഞ്ഞു. പക്ഷെ ഫിനാൻഷ്യലി പല പെൺകുട്ടികൾക്ക് സ്റ്റേബിൾ ആയാലും ഇമോഷണലി സ്റ്റേബിളും ഡിസിഷൻ പവറാണ് ഒരുപാട് പേർക്കില്ലാത്തത്. ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞത് ഭയങ്കര ഇതാണ്. അതുപോലെ തന്നെ ഒരു ഡിസിഷൻ എടുക്കണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു അഫെയർ വെച്ചെന്നുള്ളത്. എന്നപോലെ അത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ഒരു ബിസിനസ്സുകാരന്റെ ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും. അപ്പൊ എന്ന് തുടങ്ങിയിട്ട് ഇതാണ് ഏറ്റവും കൂടുതൽ ഒരു വ്യക്തി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പൊ ഏറ്റവും കൂടുതൽ അവിഹിതങ്ങളൊക്കെ നടക്കുമ്പോ എന്താ പറയാ, എന്നെ കേൾക്കാൻ ആരുമില്ല, എന്നോട് സംസാരിക്കാൻ ആരുമില്ല. നിങ്ങളുടെ ശരിക്കുള്ള പവർ കേട്ടതിന് നിങ്ങൾ കേൾക്കാൻ ആരുടെ ആവശ്യമുണ്ട്? നിങ്ങളുടെ പ്രശ്നം ഉണ്ടായാലല്ലേ നിങ്ങൾക്കറിയാം നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കണേന്നുള്ളത്. മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധത്തിന്റെ ആവശ്യമൊന്നുമില്ല. അതങ്ങനെ ഒരു ബന്ധം കൊണ്ടുനടക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായ? അപ്പൊ നിങ്ങളാവും നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്, ക്ലോസ് ഫ്രണ്ട്. പല ആൾക്കാർക്കും ഡിസിഷൻ എടുക്കുന്നത് ഒരു ഫ്രണ്ട് ആയിരിക്കാം, വീട്ടിലാരെങ്കിലും ആയിരിക്കാം. ഒരുപാട് പേർക്ക് പറ്റുന്ന ഒരു കാര്യമാണ് ഡിസിഷൻ പവറൊക്കെ. അതുപോലെ ഫിനാൻഷ്യലി
ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, എങ്ങനെ പൈസ കൈകാര്യം ചെയ്യാൻ, പൈസ ഉണ്ടാക്കാൻ ചില ആൾക്കാർക്ക് അറിയാം, കൈകാര്യം ചെയ്യാൻ അറിയില്ല. ഇങ്ങനത്തെ ഒക്കെ വരുന്ന ഒരുപാട് കാര്യമുണ്ട്. നമ്മള് ഈ ഒരു മൈൻഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങളുടെ ആ ഉള്ളിലെ ആ ഒരു പവർ ഉണ്ട്. നിങ്ങൾക്ക് ഉള്ളിൽ ഒരു വലിയ അൺലിമിറ്റഡ് പവർ ഉണ്ട്. നിങ്ങൾക്കും കാണാൻ പറ്റും ബുർജ് ഖലീഫയിലും നല്ലൊരു വീടാണെങ്കിലും എന്ത് കാര്യം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, ക്യാൻ ബി എനിത്തിങ്. നിങ്ങൾക്ക് PSC എഴുതുക, നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത്, അതുപോലെ ഹാപ്പി ലൈഫ്, ഇതെല്ലാം പറ്റും. ഒരുപാട് പേരുടെ ഒരു പ്രധാന പ്രശ്നമാണ് റിലേഷൻഷിപ്പ് ഇഷ്യൂ എന്ന് പറഞ്ഞൊരു സംഭവം. റിലേഷൻഷിപ്പ് ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഒരു പ്രധാനമായിട്ടൊരു കാര്യം എന്ന് വെച്ചിട്ട്, ഈ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണോ കണ്ടത് ഇതുവരെ, ഇപ്പൊ 30 വയസ്സാണ്, ഈ 30 വയസ്സ് വരെ നിങ്ങൾ എന്താണോ കണ്ടത്, നിങ്ങളുടെ അച്ഛനമ്മയുടെ തമ്മിലുള്ള റിലേഷനും എങ്ങനെ കണ്ടത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോ അവിടെ അല്ല വേറെ എവിടെയെങ്കിലും നിൽക്കണേ അവിടെ എങ്ങനെ കണ്ടു, ഇതിന്റെ എല്ലാം ഇതാണ് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന പ്രോഗ്രാം. നിങ്ങൾ കോൺഷ്യസ്ലി നിങ്ങളുടെ സബ് കോൺഷ്യസ്ലി പോയേക്കണ പ്രോഗ്രാം അച്ഛനമ്മയായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും. പക്ഷെ കോൺഷ്യസ്ലി നിങ്ങൾ ആഗ്രഹിക്കുന്നത് നല്ലൊരു റിലേഷൻഷിപ്പാണ്. പക്ഷെ ഈ സബ് കോൺഷ്യസ്ലി കിട്ടിയ പ്രോഗ്രാമിന്റെ ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് ലൈഫിൽ നടക്കുക. അപ്പൊ എന്ത് സംഭവിക്കണം, ഈ സബ് കോൺഷ്യസിനെ നമ്മൾ റീപ്രോഗ്രാമിങ് ചെയ്യണം. അപ്പോഴാണ് ഇനി വരാൻ പോകുന്ന റിയാലിറ്റി മാറ്റണമെങ്കിൽ, മനസ്സിലായി? നിങ്ങളുടെ ലൈഫിലെ റിയാലിറ്റി മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ കിട്ടിയ പ്രോഗ്രാമുകൾ, ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് വലിയ സംഭവം എന്നല്ല കേട്ടോ. ഭയങ്കര റീസണിൽ ഒരു കേസ് ഞാൻ പറയാം. ഈ ഒരു പെൺകുട്ടി കല്യാണം ഏകദേശമൊക്കെ റെഡിയായി. പെൺകുട്ടി ഇരുനിറമാണ് കേട്ടോ. പെൺകുട്ടി ഇരുനിറമാണ്. പയ്യ നല്ല വെളുത്തിട്ടൊരു പയ്യനാണ്, നല്ല വെളുത്തിട്ട്. അപ്പൊ ഈ പെൺകുട്ടി പക്ഷെ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ചെക്കൻ്റെ വീട്ടുകാർക്ക് ഓക്കെ, പെണ്ണിന്റെ വീട്ടുകാർക്കൊക്കെ ഓക്കെയാണ്. പെണ്ണ് എന്തേ സമ്മതിക്കില്ല. പെൺകുട്ടി പറഞ്ഞാൽ എനിക്ക് ബന്ധത്തിന് തീരെ താല്പര്യമില്ല, എനിക്ക് എന്തോ ഇതാ. നമ്മള് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പല പല തെറാപ്പികളും പല കാര്യങ്ങളിലൂടെയാണ് കടത്തി വിടുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ നമുക്ക് റിയലൈസ് ചെയ്ത് പോലെ. അപ്പൊ ഈ പെൺകുട്ടിയുടെ ഉള്ളിൽ ഒരു പ്രോഗ്രാം കിടക്കുന്നുണ്ട് ചെറുപ്പത്തില്. 0 to 7 ഇയേഴ്സിലാണ് ബ്ലൂ പ്രിന്റ്. ഈ കുട്ടിയുടെ കേസ് നോക്കുക. ഈ പെൺകുട്ടി കുഞ്ഞായിരിക്കുമ്പോ പ്രസവിച്ച് കഴിയുമ്പോ നമ്മളെങ്ങനെ ആൾക്കാർ പോകും, ഓ കുട്ടിക്ക് നിറയില്ല, കുട്ടിക്ക് അങ്ങനെയാണ്, വാപ്പാടെ നിറയില്ല, അല്ലെങ്കിൽ മുത്ത അങ്ങനെ ഇതാണെന്ന് അറിയില്ല. ഇത് ഒരുപാട് കമന്റ് വരും, സാധാ കേൾക്കുന്നതാണ്. അപ്പൊ ഈ പെൺകുട്ടിയുടെ കേസിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, പെൺകുട്ടിയുടെ ഫാദറിന് നല്ല വെളുത്തിട്ടാണ്, നല്ല നിറമാണ്. പെൺകുട്ടിക്ക് അധികം നിറവില്ല, വല്ല മാമാടെ ഒക്കെ ആയിരിക്കാം നിറം വന്നാൽ. അതല്ല നിറമല്ല ഇവിടുത്തെ വിഷയം. അപ്പൊ അപ്പൊ ഈ പെൺകുട്ടിക്ക് നിറം. അപ്പൊ ഈ ഫാദർ ഈ കുട്ടീനെ ജസ്റ്റ് കാണുണ്ടാവും. കാണുമ്പോ മനസ്സിൽ ചിന്തിക്കണേ ഉള്ളേ, കുട്ടീനെ ഇങ്ങനെ പിടിച്ച്, കുട്ടിക്ക് എന്റെ അത്ര നിറയില്ലല്ലോ, ജസ്റ്റ് ഒരു പാസിംഗ് കമന്റ് ആണ്. പക്ഷെ ആ കുട്ടിയുടെ ഉള്ളില് അപ്പൊ തന്നെ മനസ്സിലോട്ട് കയറി. പിന്നെ എന്താ പറയാ, ലൈഫില് LKG UKG ഒരുപാട് സമയത്ത് വെളുത്ത ആൾക്കാരെ കണ്ടാലൊന്നും ഇവർക്ക് ഒരു റിജക്ഷൻ പോലെയുണ്ട്. പിന്നെ ലൈഫ് കടന്നുപോയി വിവാഹം എത്തിയപ്പോഴാണ് ഇതിന്റെ ഒരു റിയലൈസേഷൻ വരുന്നത്. ഇങ്ങനെ ഇങ്ങനത്തെ ഹീലിംഗിൽ കാര്യങ്ങൾ വന്നപ്പോഴാണ് അത് മനസ്സിലായി ഇങ്ങനെ ഒരു സംഭവമാണ്. അപ്പൊ ഈ പെൺകുട്ടി എന്താണ് ആ ഒരു പാർട്ട് അത് വേരോടെ കളഞ്ഞു കഴിഞ്ഞപ്പോ ഓക്കെ, മനസ്സിലായ. അങ്ങനെ തുടങ്ങിയിട്ടെന്ന് വെച്ചാൽ ഫാദർ ജസ്റ്റ് മനസ്സിൽ ചിന്തിക്കണ പോലെ അങ്ങനെ പാസ് ചെയ്യുന്നത് സബ് കോൺഷ്യസിൽ പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രോഗ്രാമാണ് ഇവരെ ഇത്ര വലിയ ഡിസിഷൻ മാറി നിന്നതിന്റെ ഒരു പ്രധാന കാര്യം. അപ്പൊ എന്നതുപോലെ ഒരുപാട് പ്രോഗ്രാമുകൾ നിങ്ങളുടെ ഉള്ളിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബേസ് ചെയ്തിട്ടാണ് ലൈഫൊക്കെ പോകുന്നത്. അപ്പൊ ആ പ്രോഗ്രാമുകൾ എന്തായി, ഓരോന്നും ആവശ്യമില്ലാത്തതൊക്കെ കളഞ്ഞു കഴിയുമ്പോ എന്താ വെച്ചാൽ നിങ്ങൾ നല്ല മിടുക്കികളും സൂപ്പർ വുമണും പല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാവും. അത് മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് കുറച്ച് സമയമാണ്, ലിമിറ്റഡ് ടൈമാണ്. ഞാൻ ഈ പറഞ്ഞതിന്റെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗട്ടോ പിന്നെ നിങ്ങൾക്ക് ക്ലാസ് എങ്ങനെയുണ്ട് ഉള്ളതൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. യെസ്.
പറയാം. അസുഖങ്ങൾ വരുന്നതിനും ഇങ്ങനെ ഒരു റീസൺ ഉണ്ടാവില്ലേ? ഈ അസുഖത്തിന്റെ പുറകിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നല്ലൊരു കുഞ്ഞൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ ഒരു കുട്ടി നമുക്കറിയാം, കുഞ്ഞു കുട്ടികൾ ആഹാരമൊക്കെ കഴിക്കുമ്പോ എങ്ങനെ നമ്മൾ അപ്പൊ തന്നെ വെരി ഗുഡ് ബോയ്, ഗുഡ് ഗേൾ, നന്നായിട്ട് ആഹാരം കഴിച്ച് പാല് കുടിച്ചു കഴിഞ്ഞാൽ അപ്പൊ അമ്മ പറയും ഗുഡ് ബോയ്, ഗുഡ് ഗേൾ എന്ന് പറയാനില്ല. 6 വയസ്സ് 7 വയസ്സൊക്കെ കഴിഞ്ഞാലോ, അതിന്റെ ഇടയിൽ വേറെ കുട്ടിയൊക്കെ വന്നാലോ, പിന്നെ ഗുഡ് ബോയ് ഇല്ല, ഗുഡ് ഗേളും ഇല്ല, ഒന്നുമില്ല. അപ്പൊ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അപ്രിസിയേഷൻ, അറ്റൻഷൻ, ലവ്, കെയർ, അഫെക്ഷൻ. ഇതൊക്കെ ബേസിക്കലായിട്ട് എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പൊ നമ്മൾ കുട്ടി വരയ്ക്കുന്നു, എന്താണ്, കുട്ടി ക്ലാസ് ഒന്ന് വെച്ച് കഴിയുമ്പോ ഒന്നുമില്ല. ആദ്യമൊക്കെ ഗുഡ് ബോയ് എന്ന് പറയാണ്ടെങ്കിൽ എന്നൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താ പറ്റും. പിന്നെ ഒരു കാര്യമുണ്ട്, മൈൻഡിന് ഒരുപാട് ഫങ്ഷൻ ഉണ്ട്, മൈൻഡിന് ഒരുപാട് കാര്യം, ട്രിക്കി കാര്യം. അത് പല ആൾക്കാർ മനസ്സ് എല്ലാവരും ഉള്ളിലുണ്ടെങ്കിൽ മൈൻഡിന്റെ പവർ അറിയില്ല. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഭയങ്കര ആ ഒരു പവറിന്റെ കാര്യങ്ങളാണ്. വേറൊരു സംഭവങ്ങളുണ്ട്. അപ്പൊ അമ്മയുടെ അറ്റൻഷനാണ് കുട്ടിക്ക് വേണ്ടത്. പിന്നെ എങ്ങനെ പോവാ, പിന്നെ നെഗറ്റീവിലോട്ടാണ്. ക്ലാസ് അറിയാണ്ട് താഴോട്ട് വീഴും. അപ്പൊ അമ്മ, നീ എന്താ അവിടെ ക്ലാസ് താഴോട്ട് ശ്രദ്ധിക്കാൻ അറിയില്ല. നെഗറ്റീവ് അറ്റൻഷൻ. അപ്പൊ വൺസ് അത് പോസിറ്റീവ് അറ്റൻഷൻ നമുക്ക് കിട്ടാണ്ടാവുമ്പോൾ എന്ത് പറ്റും, നെഗറ്റീവ് അറ്റൻഷൻ നമ്മൾ സീക്ക് ചെയ്യാൻ തുടങ്ങും. അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾ പ്ലാൻ ചെയ്യൊന്നും വേണ്ട, അത് മൈൻഡ് ചെയ്തോളും. അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കോൺഷ്യസ്ലി ചെയ്യണ കാര്യമില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ, ഒരു കുട്ടി ഇങ്ങനെ അമ്മ ശ്രദ്ധിക്കുക, ഇങ്ങനെ കളിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷെ കുട്ടി വീണ് കഴിയുമ്പോ അയ്യോ എന്റെ മുൻ വീണ് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ പോട്ടേട്ടാ. അപ്പൊ എന്തു പറ്റാ, ഇങ്ങനെ നടക്കുമ്പോ ഒന്നും അമ്മ ശ്രദ്ധിക്കില്ല, വീഴുമ്പോഴാണ് അമ്മ ശ്രദ്ധിക്കും. അപ്പൊ എന്ത് ചെയ്യും, സബ് കോൺഷ്യസ്ലി ഇങ്ങനെ വർക്ക് ചെയ്യുക, അങ്ങനത്തെ സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും അമ്മ. ഇങ്ങനത്തെ നെഗറ്റീവായിട്ട്. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എപ്പോഴും വീടുകളിൽ നടക്കുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് അപ്പന്മാര് പ്രശ്നം ഉണ്ടാക്കും, പാപ്പന്മാരൊക്കെ ചീത്ത പറയും. ചീത്ത പറഞ്ഞ് തട്ടുമ്പോ കിടക്കും, ഭക്ഷണം കഴിക്കും, ഭക്ഷണം കഴിക്കാണ്ട് അവിടെ കിടക്കും. അത് കഴിയുമ്പോ പറയും കുറച്ച് ലേറ്റ് ആകുമ്പോ ബാ ഷവർമ്മ വാങ്ങിച്ചു തരാം, അതൊക്കെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വിളിച്ചു കൊണ്ടുപോകും. ഷവർമ്മ വാങ്ങിച്ചവർക്ക് മന്തി വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ എന്താ, അത് കഴിഞ്ഞിട്ട് ഒരു വളരെ സ്നേഹപ്രകടനങ്ങൾ വരും. എന്ന് വെച്ചാൽ അച്ഛന്റെ കയ്യിൽ റിഗ്രറ്റ് ആണ്, എന്താ ഞാൻ അങ്ങനെ പറഞ്ഞത്, ദേഷ്യത്തിൽ പറഞ്ഞത്. അപ്പൊ പക്ഷെ കുട്ടിയുടെ മൈൻഡിൽ എന്താ, ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുമ്പോഴാണ് അച്ഛനെ എനിക്ക് അറ്റൻഷൻ തരാ, പ്രശ്നം എന്ത് പറ്റും, പ്രശ്നം പിന്നെയും പിന്നെയും ക്രിയേറ്റ് ചെയ്യും. കാര്യം എന്താ, അപ്പോഴാണ് അറ്റൻഷൻ കിട്ടുക. അച്ഛൻ രാത്രി നൈറ്റ് ഡ്രൈവിന് കൊണ്ടുപോകും, ഷവർമ്മയും വാങ്ങിച്ചരും, അതുപോലെ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. അപ്പൊ ഈ മൈൻഡിന്റെ ഇങ്ങനത്തെ ഒരു സംഭവം അധികം ആൾക്കാർക്ക് അറിയാത്ത കാര്യം. ഇനി വേറൊരു കാര്യം, നമ്മൾ സ്കൂളില് ബാക്ക് ബെഞ്ചേഴ്സ് ഉണ്ടല്ലോ, നമുക്ക് സ്കൂളിൽ അറിയാലോ, പഠിക്കുകയാണെങ്കിൽ ടീച്ചർമാര് മൈൻഡ് ചെയ്യും, അല്ലാത്തവരാരും മൈൻഡ് ചെയ്യില്ല. പിന്നെ മൈൻഡ് ചെയ്യണമെങ്കിൽ എന്താ, ബാക്ക് ബെഞ്ചിൽ നിന്ന് പല കമന്റും കാര്യങ്ങളും പറയും. അവരുടെയും ഇന്റൻഷൻ, എല്ലാവരെയും ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ, ആ ക്ലാസ് 45 കുട്ടികളുണ്ടെങ്കിൽ അവരെ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്നെ ശ്രദ്ധിക്കണം, എന്നെ കെയർ ചെയ്യണം, ടീച്ചർ എന്നെ സ്നേഹിക്കണം, അത്രേ ഉള്ളൂ. മനുഷ്യനെ എല്ലാവരും ട്രെയിൻ ഇതാണ്. അപ്പൊ മര്യാദ പഠിക്കാണ്ട് കിട്ടുമ്പോൾ എന്ത് പറ്റും, ഓരോരോ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ എന്താ, ടീച്ചർ എന്താണ് വിഷയം, എന്താ ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് എന്ത് പറ്റും. അപ്പൊ ഹി ഓൾസോ സീക്ക് ഫോർ ദി നെഗറ്റീവ്. ഇനി അസുഖത്തിലോട്ട് വരുമ്പോഴും, അസുഖം കുട്ടികളാനെങ്ങാണ്ട് നടന്ന് ഒന്നും മൈൻഡ് ചെയ്യില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അസുഖം വരുമ്പോഴോ, പനിയാണെങ്കിലോ, പിന്നെ അമ്മ എടുത്തുണ്ടോ, പിന്നെ അമ്മ ആരും തൊടല്ലേ. എന്നിട്ട് മോന് പിന്നെ മൂത്ത കുട്ടി അല്ലെങ്കിൽ ഇളയ കുട്ടി പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറ്റൂല, ഇല്ല എന്റെ കുട്ടിക്ക് പാടില്ല, പിന്നെ ആരും ഒന്നും പറയല്ലേ. പിന്നെ ചില ഗ്രാൻഡ് മദേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു പൊന്നാങ്കട്ട പോലെ കൊണ്ടുവരും. അപ്പൊ ഇങ്ങനത്തെ ഒരു അറ്റൻഷൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാല്, സീക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, പിന്നെ അത് സബ് കോൺഷ്യസ് പിന്നെ അതുപോലത്തെ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും. പിന്നെ മദറിന് അസുഖം ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി ഗ്രാൻഡ് പാരൻസ്, കൈവേദനയും വേദനയും
പിള്ളേരും അങ്ങനെ പതുക്കെ പറഞ്ഞ് അങ്ങനത്തെ ആ ഒരു ചില വീടുകളിൽ ചോദിക്കും അമ്മമാര് എനിക്ക് എപ്പോഴും വയ്യ ഒരു മറവിയാണ് എന്ത് അസുഖം വേദന ഇതുപോലനുസരിച്ച് വേണ്ടട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പറയും. ഇത് തന്നെയായിരിക്കും മോളും പറയണം. കുറച്ചാളെ കഴിഞ്ഞ് അതിന്റെ മോളും കുറെ കഴിയുമ്പോൾ അതുപോലൊക്കെ തന്നെ പറയും. മനസ്സിലായേ? ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കുറെ കാര്യങ്ങൾ എടുക്കണാണ് പ്രോഗ്രാമുകൾ. പിന്നെ എന്താണ് ഇതുപോലെ ഇങ്ങനെ അറ്റൻഷൻ കിട്ടാണ്ടിരിക്കുമ്പോ ഈ രീതിയിൽ അറ്റൻഷൻ കിട്ടി കഴിയുമ്പോ പിന്നെ ആ രീതിയിൽ ഒരു പോകും. പിന്നെ അതിന് പുറകിൽ വേറെ കുറെ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഇങ്ങനെ ഈ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം കിട്ടില്ലേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംഭവിക്കണേന്നുള്ളത്. ഇതൊക്കെ കുറച്ച് കാര്യങ്ങൾ കേസുകളാണ്. കുറച്ചുകൂടി ഡീപ്പർ ലെവലിൽ ഉണ്ട് ഇതിനെ കുറിച്ചൊക്കെ പറയാനായിട്ട്. സൈക്കോസൊമാറ്റിക് ഡിസീസ് അങ്ങനെയൊക്കെ ഈ ഒരു സമയം കൊണ്ട് പറഞ്ഞു തരില്ല. ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് തന്നെ നല്ല രീതിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് നെഗറ്റീവായിട്ടുള്ളത് നെഗറ്റീവായിട്ട് കാര്യം ചെയ്യുമ്പോൾ അവരും ആഗ്രഹിക്കുന്ന എല്ലാവരും അറ്റൻഷനും കെയർ ഒക്കെ തന്നെയാണ്. വേറെ ഒന്നുമല്ല, എല്ലാവർക്കും വേണ്ട അറ്റൻഷൻ കെയറും ഒരു പരിധി വരെയുള്ള ആൾക്കാർ. അത് നല്ല രീതിയിൽ കിട്ടിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വേറെ രീതികൾ കണ്ടുപിടിച്ച് വരും. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ പിന്നെ എങ്ങനെയുണ്ടായി, നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി, അതുപോലെ എന്തൊക്കെയെന്ന് പറയും. ഞാനിവിടെ കുറച്ച് പേരൊക്കെ കേട്ട ആൾക്കാർക്ക് എന്ത് മനസ്സിലായി? റാസിയ, മൈമൂന, ഷീജ, കുറച്ച് പേരൊക്കെ വീഡിയോ നല്ല ക്ലാസ് ആയിരുന്നു മാം. ഇതുപോലെയുള്ള ക്ലാസ് മാമിന് ഇനിയും തുടർന്ന് തന്നാല് നമുക്കൊരു ഉപകാരമായിരുന്നു. ഇങ്ങനെ കുറച്ചൊക്കെ ഈ ഫീൽഡില് കുറച്ച് ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ കൂടുതൽ അറിവ് നേടുമ്പോഴല്ലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിപ്പെടാനും അതുപോലൊക്കെ ആവാനൊക്കെ പറ്റുള്ളൂ. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇനിയും വലുപ്പെട്ട ക്ലാസ്സിന് കാത്തിരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാല്യുബിൾ ഫീഡ്ബാക്ക്. ബൈ. ഇപ്പം എസ്പെഷ്യലി ഇപ്പം ലേഡീസിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ ലൈഫിൽ എന്താണോ പ്രോഗ്രാമുകൾ കിട്ടിയിട്ടുള്ളത് ഇതിന്റെ ഒരു തീം ഒരു ഇപ്പൊ എല്ലാവരും ലേഡീസ് ആയതുകൊണ്ട് എടുത്തു പറയാം. ഒരു പെൺകുട്ടി അമ്മ പ്രസവ സമയത്ത് ഇങ്ങനെ എനിക്ക് പ്രസവ സമയത്ത് ഇങ്ങനെ അമ്മ പറയുന്നുണ്ടോ എനിക്ക് ഇങ്ങനെയായിരുന്നു ഭയങ്കര എരിച്ചിലായിരുന്നു, അതായിരുന്നു കാലുവേദന ഇതൊക്കെ കുട്ടികൾ ഇങ്ങനെ കേൾക്കും. കേട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ അവരുടെ പെൺമക്കള് കേട്ട് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് തന്നെ എന്താണ് അവരുടെ ലൈഫിലും സംഭവിക്കും. നിങ്ങൾ എന്താണോ കണ്ടതും കേട്ടതും അതിന്റെ ഒരു ശരിക്കൊരു റിഫ്ലക്ഷനാണ് നിങ്ങളുടെ ലൈഫ്. ഇനി മാറ്റം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടതും കേട്ടതും മാറ്റണം. നിങ്ങൾ കോൺഷ്യസ്ലി മാറ്റണം. അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ വളരെയധികം വ്യത്യാസം വരും. എന്താണ് ഇതുവരെ ഒരു പ്രോഗ്രാം പോലും എല്ലാം മാറ്റിയെടുക്കുക. ഒരുപാട് ടൂൾസുകൾ ഉണ്ട്, പല കാര്യങ്ങളും ഉണ്ട്. അതിലൂടെ മൈൻഡിനെ കണക്ട് ചെയ്തിട്ട് ഇപ്പൊ നമുക്കറിയാം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു വീട് വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ എന്താ നമുക്കറിയാം ചൂലുണ്ട്, മോപ്പ് ക്ലീൻ ചെയ്യാൻ അങ്ങനെയൊക്കെ വാക്കിംഗ് ഉണ്ട്. അതുപോലെ മൈൻഡിനെ ക്ലീൻ ചെയ്യാനുള്ളതാണ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടൂൾസ്. ഒരു വീട് ഫുള്ളായിട്ട് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിലോ രീതിയിൽ ഡിസൈൻസും കാര്യങ്ങളൊന്നും മാറ്റുന്ന പോലെ തന്നെ നിങ്ങളുടെ മൈൻഡിൽ കിട്ടിയേക്കുന്ന പ്രോഗ്രാംസ് മാറ്റി കഴിയുമ്പോൾ എന്ത് പറ്റും, നിങ്ങളുടെ അതിന്റെ റിഫ്ലക്ഷൻ വളരെയധികം ലൈഫ്. ഓക്കെ, എന്തായാലും നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതും പരിചയപ്പെടാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിഞ്ഞതിലും. ഇനി ഇത്രയും നിങ്ങൾ കേട്ടിരുന്നു, ഒരൊറ്റ കാര്യം പറയാം. ഇത്രയും കേട്ടിരുന്നത് കൊണ്ട് തന്നെ
നിങ്ങൾ ഓരോ വാക്കുകൾ പറയുന്നതും ഓരോ ചിന്തകളും നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ ഇന്ന് മുതൽ എന്ത് ചെയ്യേണ്ടത്, ഓരോ വാക്കുകൾ മക്കളോടാണെന്നുണ്ടെങ്കിലും എന്താ പഠിക്കില്ല, അവന് ഭയങ്കര ഇതാണ്, അങ്ങനെ വാക്കുകൾ പറയുന്നത് ഭയങ്കര പാടാണ്. കാര്യം ഇതുവരെ ഇങ്ങനെ അഴിച്ചിട്ട പോലെ ആയിരുന്നല്ല സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി ശ്രദ്ധിച്ച് കോൺഷ്യസ് ആയി വരുമ്പോൾ അതിൽ വ്യത്യാസം വരും. അതുപോലെ ചിന്തകളാണെന്നുണ്ടെങ്കിൽ ചിന്തകൾ ഈ ഭയങ്കരമായിട്ട് റിലേഷൻഷിപ്പ്, ഹെൽത്ത്, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും ചിന്തകളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ കോൺഷ്യസ് ആയിട്ട് ചിന്തിക്കണം. കോൺഷ്യസ് ആയിട്ട് ചിന്തിച്ച് വരുമ്പോ ഈ ചില ഒരു ഇൻസിഡന്റ് ഉണ്ടാവാം. ഇപ്പൊ നേരത്തെ പച്ചമാങ്ങയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. ഒരുപാട് സ്ത്രീകൾ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കും, എന്റെ അമ്മയ്ക്ക് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ണീര് ഒരാള് മരിക്കുന്നത് വരെ ജീവിച്ച അവിടെ നടക്കണ്ടാവും, ഒരു തലവേദന ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ ഫോൺ വിളിച്ചിട്ട്. പക്ഷെ എന്താ, അയാളെ കൊന്ന് അങ്ങ് കത്തിച്ച് കവറിലാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് എന്താ വെച്ചാൽ അതിങ്ങനെ അങ്ങനെ സംഭവിച്ചു എല്ലാം കണ്ടിട്ടുണ്ടാവും. മയത്തിന് എടുത്തുകൊണ്ട് പോണവരെ കണ്ടിട്ടുണ്ടാവും പലപ്പോഴും. എന്നിട്ട് എന്താ പറ്റും, അപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ കണ്ണീന്നൊക്കെ വന്നാണ്. അത് ഇറ്റ്സ് ഓൾ ശരിക്കും മൈൻഡിന് ഫേക്കും നിങ്ങൾ ചിന്തിക്കണതാണോ അത് റിയൽ ആയിട്ട് സംഭവിക്കണേ എന്നുള്ളത് മനസ്സിലാവില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയ സീക്രട്ട്. എന്താണോ നിങ്ങൾ കൊടുക്കുന്ന പിക്ചർ, റിയൽ ആയിട്ട് നടക്കുന്നതായാലും കൊള്ളാം, നിങ്ങൾ കൊടുക്കുന്ന പിക്ചർ ഇമാജിനേഷൻ, വിഷ്വലൈസേഷൻ എന്താണോ അതിനനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പൊ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ നെഗറ്റീവാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിലോ, അതിനനുസരിച്ചാണ് ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ പിക്ചർ കൊടുക്കുമ്പോൾ ലാസ്റ്റ് അത് അട്രാക്ട് ചെയ്യാൻ. ഇതൊക്കെ വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലും ഡേ ടു ഡേ ചിന്തകളിലും ഉള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പൊ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി വേറെ ഒന്നും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഇതിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലായത് നമ്മുടെ ചിന്തകൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നാണ്. നമ്മുടെ നെഗറ്റീവ് തോട്ട്സ്, നമ്മളെ മനസ്സെങ്ങനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് നമ്മൾ അറിയാണ്ട് വന്നു പോകുന്ന കാര്യങ്ങളാണെന്നാണ് മാഡം പറഞ്ഞത് ഇവിടെ. അപ്പോൾ അതിൽ നിന്ന് ഒരു വലിയൊരു ഇൻസൈറ്റ്, പ്രത്യേകിച്ചും ഇത് ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ മെജോറിറ്റി ഹീലേഴ്സാണ്, അക്യുപങ്ക്ചറിസ്റ്റുകളാണ്. അപ്പോൾ ഈ ഒരു തോട്ട് നിങ്ങൾ ഏതൊരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുമ്പോഴും ഈ ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായാലും അത് വളരെ ഹെൽപ്ഫുൾ ആവും നിങ്ങൾക്കും അതേപോലെ നിങ്ങളുടെ പേഷ്യൻസിനും. എവിടെ നിന്നാണ് ഇതിൻ്റെയൊക്കെ ബിഗിനിങ് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതെന്ന് ഈ മാഡത്തിൻ്റെ ഈ വണ്ടർഫുൾ ക്ലാസ്സിന് കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വളരെ വളരെ ഫീഡ്ബാക്സ് നിങ്ങൾ അറിയിക്കുക. താങ്ക് യു വെരി മച്ച് മാഡം. വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. നമുക്ക് ഇനിയും പിന്നെയും കാണാം. താങ്ക് യു എവരിവൺ. ബൈ. ഗുഡ് നൈറ്റ്. Thank you so much, ma'am. Thank you very much.